നമ്മുടെ കുട്ടികളുടെ സ്ക്രീൻ ടൈം കൂടി അല്ലെങ്കിൽ 1-2 മണിക്കൂർ അവർ മൊബൈൽ യൂസ് ചെയ്തു, അതല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. ഇപ്പൊ നമ്മുടെ കുട്ടികൾ കാണുന്നത് 30 മിനിറ്റ്സോ 40 മിനിറ്റ്സോ ഉള്ള വീഡിയോസ് അല്ല, അതായത് അത്രയും ദൈർഘ്യമുള്ള വീഡിയോസ് അല്ല അവർ കാണുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമയല്ല അവർ കാണുന്നത്. അവർ കാണുന്ന റീൽസ്, അതുപോലെ തന്നെ ഷോർട്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ കാണുന്നത്. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. അതിലാകുമ്പോൾ ടോപ്പിക്സ് മാറി മാറി വരും. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് എപ്പോഴും ടോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ടായിരിക്കുക. അവരുടെ കോൺസെൻട്രേഷൻ ടൈം 30 സെക്കൻഡ് 60 സെക്കൻഡ് എന്നതിലേക്ക് ഒതുങ്ങുകയാണ്. അതായത് ബ്രെയിൻ നിരന്തരമായി ടോപ്പിക്സ് മാറി മാറി കേൾക്കുക. 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 40 കഴിയുമ്പോൾ ടോപ്പിക്സ് മാറി മാറി കിട്ടുവാണ് ബ്രെയിനിന്. സോ ബ്രെയിൻ ഒരേ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ആവുന്നില്ല. ബ്രെയിനിന്റെ കോൺസെൻട്രേഷനെ മറ്റൊരു രീതിയിൽ അവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ കുറഞ്ഞ സമയത്തേക്ക് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നീട് അവർ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ്സോ ഒരു 15 മിനിറ്റ്സ് പോലും കണ്ടിന്യൂസ് ആയിട്ടൊരു പാഠഭാഗം വായിക്കുന്നതിനോ ഇരിക്കുന്നതിനോ ഒന്നും അവർ തയ്യാറല്ല. അവർ 5 മിനിറ്റ് പഠിക്കുമ്പോഴേക്കും അവർ ആകെ എക്സോസ്റ്റഡ് ആയിട്ട് എഴുന്നേറ്റ് നടക്കാനും അല്ലെങ്കിൽ പഠനം അവസാനിപ്പിക്കാനും തുടങ്ങും. ഈ ഒരു സത്യാവസ്ഥ പാരന്റ്സ് മനസ്സിലാക്കിയിട്ട് കുട്ടികളിൽ നിന്ന് ആ സ്ക്രീൻ ടൈം ഒഴിവാക്കണം. അതിന് ബദലായിട്ട് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് കുട്ടികളെ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾ മാറ്റിയിരിക്കണം. അല്ലെങ്കിൽ അവരുടെ പഠനത്തെ കാര്യമായിട്ട് അത് ബാധിക്കുകയും നിങ്ങൾക്ക് അത് പിന്നീട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അല്ലെങ്കിൽ ക്യൂർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് വലിയൊരു പ്രശ്നമായി മാറി നിങ്ങളുടെ മുന്നിൽ നിൽക്കും.